പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. കരയുമായിരുന്നു, സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം കൊല്ലം സുധിച്ചേട്ടന്റെ വൈഫ് രേണു അവരെന്തോ വലിയ കാര്യം, വലിയ സംഭവം ചെയ്തതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ കാര്യം കിട്ടി സോഷ്യൽ മീഡിയക്ക്, അപ്പൊ അതിന്റെ പിറകെയായി എല്ലാരും. അതൊക്കെ ഒന്ന് നമുക്ക് സഹിക്കാം, ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്ത്രീ ജനങ്ങൾ തന്നെ സ്ത്രീകളോടെ ചേർത്ത് നിൽക്കാതെ അവര് തന്നെ ഇങ്ങനെ ബോഡിഷനും അനാവശ്യങ്ങളും പറയാൻ തുടങ്ങി. ഞാനെല്ലാം തികഞ്ഞവളാണ്, നിനക്ക് ആകാരപിടിവുണ്ടോ, നിനക്ക് ചന്തമുണ്ടോ, നീ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കമന്റുകളും വൾഗറായിട്ടുള്ള കമന്റ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്തെല്ലാം പറയുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെയാണോ? ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റപ്പെട്ടാൽ അവരെ തീർത്തും അവഹേളിച്ച് തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ്? സുചേട്ടനെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണോ? അല്ല, ഇതൊക്കെ ഒരു സുഖം, മറ്റുള്ളവരൊന്ന് കുത്തി നോക്കിയപ്പോഴുള്ള ഒരു സുഖം. ഈ സൗന്ദര്യവും ആകാരവിടവും ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ചെറിയൊരു പനിയോ ജലദോഷമോ ഒക്കെ വന്നാൽ മതി, മുഖത്ത് എന്തെങ്കിലും ഒരു ഉറുമ്പ് കുത്തിയാൽ മതി, അപ്പൊ തീർന്നു അതിന്റെയൊക്കെ കാര്യം. ഇതെല്ലാം ദൈവം തന്ന ദാനമാണ്, വരദാനമാണ്. അത് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. പാവം ആ സ്ത്രീയുടെ ജീവിതത്തിൽ മക്കളെയും പോറ്റുന്നതിന് വേണ്ടി അവർക്ക് തനതായ രീതിയിൽ, അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു കലാരൂപം അവർ അതിന്റെ പിറകെയായി ജീവിക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാലോ, ഒരു കുട്ടിയെ വളർത്തണമെങ്കിൽ, നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെല്ലാം ചെലവുകളാണ്. അപ്പൊ ആരെയും മുന്നിൽ പോയി ആശ്രയിക്കാതെ ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാം, ആർക്കും ഒരു ഉപദ്രവവും തരുന്നില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ വൾഗറായിട്ട് മെസ്സേജ് ഇട്ട് അലക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. നമ്മൾ കാരണമില്ലാതെ ഒരാൾ കരയുകയാണെങ്കിൽ, വിഷമിക്കുകയാണെങ്കിൽ സത്യം ദൈവം എന്നെങ്കിലും അതിന് തിരിച്ചടിയായിട്ട് തരും. അത് അനുഭവിച്ച് തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടിയും വരും. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയെ, അത് ഞാനായാലും മറ്റൊരാളായാലും, അവരെ തള്ളിക്കളയാതെ ആ സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സഹായം ചെയ്ത് സഹായിച്ചുകൂടെ കൂട്ടുകാരെ? എല്ലാവരും നന്മയുള്ള കൂട്ടുകാരാണ്. എനിക്ക് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരി രേണുവിനോടായിട്ട് പറയുന്നു, താൻ ഇത്രയും നാള് ഇങ്ങനെ ബോൾഡായിട്ട് നിന്നു, ഇനിയും ബോൾഡായിട്ട് നിൽക്കണം കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത്രയും സഹനശക്തി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക, നല്ല നല്ല ക്യാരക്ടറുകൾ നമുക്കായിട്ട് സമ്മാനിക്കുക. ഞങ്ങളുണ്ട് താങ്കളുടെ കൂടെ.